മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഥാന്ത്യത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, തനിക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെയെല്ലാം നന്ദിയോടെ സ്മരിക്കുന്ന ഒരു രംഗമുണ്ട്. തൻ്റെ പിതാവും തൻ്റെ കുടുംബ ബന്ധുക്കളും സഹോദരന്മാരും എല്ലാവരും മുമ്പിൽ നിരന്നു നിൽക്കുന്നു. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തോട് ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് ആ രംഗം. സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്ന ഈ രംഗത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിനോട് പ്രത്യേകം എടുത്തു പറഞ്ഞ് നന്ദി പ്രകാശിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ചരിത്രത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന രംഗമാണ്. കാരണം വിശാലമായ മരുഭൂമിയുടെ നടുവിലുള്ള ഒരു കിണർ, അതിൻ്റെ അടിയിൽപ്പെട്ടാൽ പിന്നെ അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നത് ആ കാലഘട്ടത്തിൻ്റെ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണല്ലോ യൂസുഫിനേക്കാൾ മുതിർന്നവരായ സഹോദരങ്ങൾ യൂസുഫിൻ്റെ ശല്യം തീർക്കാൻ ആ കിണർ തിരഞ്ഞെടുത്തത്. പക്ഷേ അവിചാരിതമായി അതുവഴി ഒരു കച്ചവട സംഘം വരുന്നു. അവർക്ക് അവിടെ എത്തിയപ്പോൾ വെള്ളത്തിനാവശ്യം വരുന്നു. അങ്ങനെ അവർ വെള്ളം കൊണ്ടുവരുന്ന ആളെ പറഞ്ഞയക്കുന്നു. അയാൾ തൊട്ടി ഇറക്കുന്നു. ആ തൊട്ടി തൻ്റെ സഹോദരങ്ങൾ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഇറക്കിത്തരുന്നതാണ് എന്ന് കരുതി യൂസുഫ് നബി പിടിക്കുകയും അതിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുന്നു. അതുണ്ടായിരുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരുപാട് ദിവസം വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു പക്ഷേ മരിച്ചു പോയേനെ. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് തനിക്ക് ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നതാണ് അള്ളാഹു അദ്ദേഹത്തോട് ചെയ്ത അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത് വഖദ് അഹ്സന ബി ഇത് അഖ്റജനി മിന സിജിൻ എന്നാണ്. എന്നെ കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ തൗഫീക്ക് ചെയ്തപ്പോൾ അവൻ എന്നോട് നന്മ ചെയ്തു എന്നല്ല പറയുന്നത്. മറിച്ച് ഈജിപ്തിലെ ജയിലിലെത്തി ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വിധി എനിക്കുണ്ടാക്കി, അതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് യൂസുഫ് നബി അങ്ങനെ പറഞ്ഞിരിക്കുക? നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. ആ രംഗത്ത് നമ്രശിരസ്കരായി എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ വരിവരിയായി നിൽക്കുകയാണ്. ആ സമയത്ത് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇവർ കൊണ്ടുപോയി തള്ളിയ, കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ അത് അവരുടെ മശായിറിനെ, അവരുടെ വികാരങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും. നിലവിൽ ഇളിഭ്യരായി നിൽക്കുന്ന അവരെ വീണ്ടും മാനം കെടുത്തലായിരിക്കും അത്. അതുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം മറ്റെല്ലാ പ്രവാചകന്മാരെ പോലെയും മറ്റൊരാളെ മാനസികമായി വേട്ടയാടാൻ ശ്രമിക്കുന്നില്ല. അത് യൂസുഫ് നബിയുടെ കിസ്സ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു പാഠം. വസ്സലാം.